അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹബിഹി അൽ ഫൈസീന ബിറളില്ലാഹി മാ ബഅദ്. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സഅദിയ ഇന്ത്യൻ സെന്റർ ദുബൈ സംഘടിപ്പിക്കുന്ന യുഎഇയുടെ ഖുത്ബ തർജമയിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ഖുത്ബയുടെ വിഷയം ഉദാത്തമായ വിശ്വാസത്തിന്റെയും അതുല്യമായ സ്വാതന്ത്ര്യത്തിന്റെയും ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമെന്ന ആ സമ്പൂർണമായ ഏകദൈവ വിശ്വാസത്തിന്റെ മുദ്രാവാക്യമാണ് നാം ചർച്ച ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്ന ആ മഹത്തായ മുദ്രാവാക്യത്തിലൂടെ ഈ ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയെ സമ്പൂർണമായും ഉപയോഗപ്പെടുത്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശാസ്ത്രീയമായും സാമൂഹികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും വൈജ്ഞാനികമായും മനുഷ്യൻ ഉന്നതിയിലെത്താൻ ഈ മഹത്തായ മുദ്രാവാക്യം ലോകത്ത് വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. കാരണം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഈ മഹത്തായ സന്ദേശം അല്ലാഹു അല്ലാത്തതെല്ലാം സൃഷ്ടികളാണ്. ഈ ലോകത്തെ ആകാശങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ, ഭൂമിയിൽ അന്തർലീനമായി കിടക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ പ്രതിഭാസങ്ങളിലും മനുഷ്യന് ഗവേഷണം നടത്താം, മനുഷ്യന് വിചിന്തനങ്ങൾ നടത്താം, പഠനങ്ങൾ നടത്താം, അവന്റെ ബുദ്ധിയെ പരിപോഷിപ്പിക്കാം. ഈ വലിയൊരു സ്വാതന്ത്ര്യമാണ് പരിശുദ്ധ ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദിലൂടെ നൽകുന്നത്. കാരണം ഒരു സൃഷ്ടിയും ആരാധിക്കപ്പെടേണ്ടതില്ല, ആരാധിക്കപ്പെടേണ്ടതല്ല എന്ന് വെക്കുമ്പോൾ തന്നെ മനുഷ്യന് എല്ലാ സൃഷ്ടികളിലും ഇടപെടാം, ദൈവമായി മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഒരേ ഒരു സത്ത, ഒരേ ഒരു ശക്തി, അത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ മാത്രമാണ് ആരാധ്യൻ. ഈ വലിയൊരു വിശ്വാസദാർഢ്യതയുടെയും സ്വാതന്ത്ര്യത്തിന്റെ സത്തയുടെയും മുദ്രാവാക്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞ വാക്ക് അല്ലാഹു ഖുർആനിൽ ഉദ്ധരിക്കുകയാണ്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. തീർച്ചയായിട്ടും ഞാൻ ആരാധനക്കർഹനായ അല്ലാഹുവാണ്. ഞാനല്ലാതെ മറ്റൊരു വസ്തുവിനെയും ആരാധിക്കാൻ പാടില്ല. ഞാൻ മാത്രമാണ് ആരാധ്യൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കുക എന്ന കലീമുല്ലാഹി സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാമിനോടുള്ള അല്ലാഹുവിന്റെ പ്രഖ്യാപനം പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നബിയെ തങ്ങൾ ഉറപ്പിക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഒരു മനുഷ്യൻ അറിയുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്കാണ്. മനുഷ്യരുടെ നാവുകളിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന നല്ല വാചകവും ലാ ഇലാഹ ഇല്ലല്ലാഹു തന്നെയാണ്. ഏറ്റവും നല്ല ഭക്തിയുള്ള മനസ്സും ചിന്തിക്കുന്ന മനസ്സുകളും
ഓർക്കുന്നതും സ്മരിക്കുന്നതും പറയുന്നതുമൊക്കെ ഏറ്റവും ഉത്തമമായ വാക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. തീർച്ചയായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കേവലം ഔപചാരികമായ ഒരു മന്ത്രം മാത്രമല്ല, ഒരു വാക്ക് മാത്രമല്ല. തീർച്ചയായിട്ടും 7 ആകാശങ്ങൾ, 7 ഭൂമികളും ആകാശഭൂമികളിലുള്ള മുഴുവനും ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹും വെച്ചാൽ ഏറ്റവും തൂക്കം കൂടുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാചകമായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉന്നതമാണ്, ഉദാത്തമാണ്, അത് സമ്പൂർണമാണ്. കാരണം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം, എന്നൊന്നും ശേഷിക്കുന്നവനും എന്നൊന്നും നിലനിൽക്കുന്നവനും ജീവിക്കുന്നവനുമായ റബ്ബ്, ആ റബ്ബ് മാത്രമാണ് ആരാധനക്ക് അർഹൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ഇലാഹുക്കും അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, തീർച്ചയായിട്ടും നിങ്ങളുടെ ആരാധ്യനായ സൃഷ്ടാവ് അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. എല്ലാ വസ്തുക്കളുടെ അറിവും അവനുണ്ട്. പർവ്വതങ്ങളുടെ ഭാരങ്ങളും കടലുകളുടെ എരമ്പലുകളും മഴത്തുള്ളികളുടെ എണ്ണവും ലോകത്തിലുള്ള വൃക്ഷങ്ങളുടെ ഇലകളുടെ എണ്ണവും അതേപോലെ തന്നെ രാത്രിയുടെ ഇരുട്ടിലും പകലിന്റെ വെളിച്ചത്തിലും ഉള്ള മുഴുവൻ വസ്തുക്കളെയും അവന്റെ അറിവ് ഉൾക്കൊള്ളുകയാണ്. എല്ലാ കാര്യങ്ങളും അവൻ സൂക്ഷ്മമായി നിയന്ത്രിക്കുകയാണ്, കൈകാര്യം ചെയ്യുകയാണ്. വല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാം കൈഫ യശാ, അവരുദ്ദേശിക്കുന്നത് പ്രകാരം ഗർഭപാത്രത്തിൽ അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തി. നിങ്ങൾക്ക് മനുഷ്യന്റെ രൂപം രക്തക്കട്ടക്കും മാംസക്കട്ടക്കും ബീജങ്ങൾക്കും നൽകിയത് അവനാണ്. അവൻ പ്രതാപശാലിയാണ്, സർവജ്ഞനാണ്. അവനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരാണുണ്ടാവുക? അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. നന്ദിയുള്ള ആളുകൾ അവനെ സ്തുതിക്കലോടുകൂടെ അവനെ മഹത്വപ്പെടുത്തുന്നു. ചിന്തിക്കുന്നവർ, വിചിന്തനം നടത്തുന്നവർ അവന്റെ മഹത്വത്തെ അംഗീകരിക്കലോടുകൂടെ അവനെ പരിശുദ്ധനാക്കുന്നു. ആവശ്യമുള്ളവർ അവനിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നു. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅഉ വയക്ഷിഫു സുവാ, ആവശ്യമുള്ളവർക്ക് അവരർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്നവൻ, അവരുടെ വിഷമങ്ങൾ നീക്കിക്കൊടുക്കുന്നവൻ അവനല്ലാതെ മറ്റാരാണുള്ളത്? അല്ലാഹു അല്ലാതെ ഒരു രക്ഷിതാവും ഈ പ്രപഞ്ചത്തിനില്ല. ഈ പ്രപഞ്ചത്തിന് ഒരു അഭയസ്ഥാനവും അവനല്ലാതെ ഇല്ല. എല്ലാ വസ്തുക്കളും അവനിലേക്കാണ് അഭയം തേടുക. അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. അതുകൊണ്ട് ഫദൂഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അവനെ നിങ്ങൾ ആരാധിക്കണം. നിഷ്കളങ്കമായ മനസ്സോടുകൂടെ അവന് നിങ്ങൾ ആരാധന അർപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമായ കലിമത്ത് തൗഹീദിന്റെ വചനത്തെ നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കുകയും നാവുകൊണ്ട് പറയുകയും നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ രാവുകളിലും പകലുകളിലും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം ആ കലിമത്ത് തൗഹീദിന്റെ വചനങ്ങളെ. എന്നാൽ തസ്അദു ബിശഫാഅത്തി നബിയിക്കും, നിങ്ങൾക്ക് അല്ലാഹു നിയോഗിച്ച ലോകത്തിന്റെ നേതാവ്, പ്രകാശത്തിന്റെ ഗോപുരമായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വസന്തത്തിന്റെ പ്രാരംഭം റബീഉൽ അവ്വലിൽ ഈ ലോകത്തേക്ക് കടന്നു വന്ന് ലോകത്തെ പ്രകാശപൂരിതമാക്കിയ ആ പ്രകാശത്തിന്റെ ഗോപുരമായ സൃഷ്ടികളുടെ ശുപാർശകനായ സയ്യിദുനാ റസൂലുള്ളാഹി
തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും. ആ റെക്കമെൻഡ് കൊണ്ട് നിങ്ങൾ വിജയിക്കും നാളെ ആഖിറത്തിൽ. അതിനേറ്റവും ഉത്തമമായ മാർഗങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ രാവും പകലും, നിങ്ങളുടെ ജീവിതം അത്രയും നിങ്ങൾ കലിമത്ത് തൗഹീദുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അസ്അദുന്നാസി ബിശഫാഅത്തി, എന്റെ റെക്കമെൻഡ് കൊണ്ട്, എന്റെ ശുപാർശ കൊണ്ട്, എന്റെ ഇടയാളത്വം കൊണ്ട് യൗമൽ ഖിയാമ ആരാരും സഹായിക്കാനില്ലാത്ത ഖിയാമത്ത് നാളിൽ വിജയിക്കുന്നവർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുഅ്മിനുകളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ റെക്കമെൻഡ് കൊണ്ട്, അവിടുത്തെ ഇടയാളത്വം കൊണ്ട്, അവിടുത്തെ ശഫാഅത്ത് കൊണ്ട്, ശുപാർശ കൊണ്ട് വിജയിക്കുന്നവർ അവിശ്വാസികളല്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒറിജിനൽ വിശ്വാസികൾ മാത്രമാണ്. ഖാലിസൻ മിൻ ഖൽബിഹി, മനസ്സുകൊണ്ട് നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവർ അവരാണ് വിജയികളെന്ന്, അവരാണ് എന്റെ റെക്കമെൻഡിനും ശുഫാഅത്തിനും ശുപാർശക്കും അർഹരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തന്നെയുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ശാശ്വതമായ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയും. ഒരു മനുഷ്യന് ശാശ്വതമായ വിജയം വേണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സുകൊണ്ടും നാവുകൊണ്ടും അംഗീകരിച്ചിരിക്കണം. അതായിരിക്കണം അവന്റെ ജീവിതത്തെ തപസ്യ, അവന്റെ ജീവിതത്തിന്റെ മന്ത്രങ്ങളും മുദ്രാവാക്യങ്ങളും അവന്റെ സ്നേഹോച്ചാരണങ്ങളും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം. ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാരി, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾക്ക് നരകം അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ ബിതഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ട് പറയണം. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു നരകം നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, മൻ മാത വഹു യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ഈ മഹത്തായ തൗഹീദിന്റെ കലിമ അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് പറഞ്ഞവൻ മരിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഏക ഇലാഹായ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു, അവന്റെ ആസ്തിക്യത്തെ വിവരിച്ചു തന്നു, അവനെ നമുക്ക് അവന്റെ സിഫാത്തുകളിലൂടെ മനസ്സിലാക്കി തന്നു. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഏറ്റവും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ വ്യക്തിത്വവും ജീവിതവും അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ആ നിബിധങ്ങളെ അനുസ്മരിക്കുകയാണ് മുസ്ലിം ലോകം. അവിടുത്തെ റബീഉൽ അവ്വൽ അഥവാ പരിശുദ്ധമായ വസന്തത്തിന്റെ പ്രാരംഭം, അതിലൂടെയാണല്ലോ തിരുനിബിധങ്ങൾ ഈ ലോകത്തേക്ക് അല്ലാഹു നിയോഗിക്കുന്നത്. അതുകൊണ്ട് ആ നബിയെ ഫോളോ ചെയ്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഊണിലും ഉറക്കിലും പ്രഖ്യാപിക്കുകയും ആ കലിമത്തു തൗഹീദിന് വേണ്ടി ജീവിതം മുഴുവനും ബലിയർപ്പിക്കുകയും ചെയ്ത ആ മഹത്തായ ലോകൈക മാനവികതയുടെ സന്ദേശം, ആ സന്ദേശത്തിലേക്ക് നമ്മുടെ ഖൽബുകളെയും ശരീരങ്ങളെയും കൊണ്ടുവന്ന് നമ്മുടെ പരമ്പരകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കലിമത്തു തൗഹീദിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെയും എല്ലാ മുഅ്മിനുമാത്തുകളെയും മുസ്ലിമാത്തുകളെയും എല്ലാ വിപത്തുകളിൽ നിന്നും മാറാവ്യാധി രോഗങ്ങളിൽ നിന്നും അപകട അപായങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന UAE പോലെയുള്ള രാഷ്ട്രങ്ങൾ, എല്ലാ രാജ്യങ്ങളെയും അല്ലാഹു എല്ലാ വിപത്തിൽ നിന്നും ആ രാജ്യത്തെ ഭരണാധികാരികളെയും അവിടെയുള്ള ഭരണീയരെയും ആ നാട്ടുകാരെയും എല്ലാവരെയും അല്ലാഹു വിജയിപ്പിക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ഉന്നതങ്ങളിലേക്ക് എത്തിക്കട്ടെ. മരിച്ചുപോയവരുടെ ആഖിറം അല്ലാഹു വിജയിപ്പിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.